വീടിന് തീവച്ചു കൊല്ലാൻ ശ്രമം, കൊട്ടേഷൻ സംഘമെന്ന് നാട്ടുകാർ. നിർധനനും നിരാലംബനുമായ ടാപ്പിംഗ് തൊഴിലാളിയെ ഉച്ചയുറക്ക സമയത്ത് തീവച്ചു കൊല്ലാൻ ശ്രമിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ഡി രാജമണി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീട് കത്തിയമർന്നു. ആഴ്ചകൾക്ക് മുമ്പ് ക്രൂരമർദ്ദനമേറ്റയാൾ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വധശ്രമം. ശയ്യാവലംബിയായ വൃദ്ധയെ ശുശ്രൂഷിക്കാനാണ് ആറന്മുള കിടങ്ങന്നൂർ കക്കുളഞ്ഞിയിൽ ഷാമൂൽ അലക്സാണ്ടർ രാജമണിയെ കിടങ്ങന്നൂരിൽ കൊണ്ടുവന്നത്. 2014 13,500 രൂപ ശമ്പളം പറഞ്ഞു സമ്മതിച്ചാണ് രാജമണിയെയും ഭാര്യയും കക്കുളഞ്ഞിയിൽ എത്തിച്ചത്. തുടർന്ന് 5.5 ഏക്കർ വസ്തുവിലെ റബ്ബർ ടാപ്പിംഗ് നടത്താനും ചുമതലപ്പെടുത്തി. താമസ സ്ഥലത്തും എഴിക്കാട്ടുമുള്ള 1200 മൂട് റബ്ബർ ടാപ്പ് ചെയ്യുന്നതിനും 1 രൂപ കൂലിക്ക് ചുമതലപ്പെടുത്തി. ആദ്യ മാസം മാത്രമാണ് നിശ്ചയിച്ച ശമ്പളം നൽകിയത്. സ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത രാജമണിയോട് റബ്ബർ ടാപ്പിംഗ് കൂലി എല്ലാ മാസവും നൽകാമെന്നും മറ്റേ ശമ്പളം ആവശ്യപ്പെടുമ്പോൾ ഒന്നിച്ചു നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് കൊടും ക്രൂരത കാട്ടിയത്. തിരുവനന്തപുരത്തും അഞ്ചലിലുമൊക്കെ ബഹുനില ഫ്ളാറ്റുകളും വിവിധ പ്രദേശങ്ങളിൽ വസ്തുവുമുള്ള അമേരിക്കൻ പ്രവാസി അലക്സാണ്ടർ നിലവിൽ അഞ്ചലിലാണ് താമസിക്കുന്നത്. ഇയാൾ നൽകാനുള്ള 16 ലക്ഷം രൂപ തൊഴിലാളിക്ക് നൽകാതിരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ട് 1 വർഷത്തോളമായെന്ന് രാജമണി പറഞ്ഞു. കിടപ്പ് രോഗിയായ വൃദ്ധയെ ശുശ്രൂഷിക്കുകയും 7 ഏക്കറോളം വസ്തു നോക്കി നടത്തുകയും ചെയ്ത തൊഴിലാളിയെ കൂലി നൽകാതെ ഇറക്കിവിടാനുള്ള ശ്രമം രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ എതിർത്തു. ഇതോടെ ഉടമ കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ലഭിച്ചില്ല. തുടർന്ന് മണിയെ ഇല്ലാതാക്കാൻ ഷാമൂൽ അലക്സാണ്ടർ ശ്രമം ആരംഭിച്ചതായി നാട്ടുകാർ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഒമിനി വാനിലെത്തിയ കൊട്ടേഷൻ സംഘത്തെ നാട്ടുകാരാണ് തിരിച്ചോടിച്ചത്. തുടർന്ന് കഴിഞ്ഞ ഡിസംബർ 30-ന് എഴിക്കാട്ടുള്ള റബ്ബർ തോട്ടത്തിൽ വെച്ച് രാജമണിയെ ഈ സംഘം ആക്രമിച്ചു. ശരീരമാസകലം പരിക്കേറ്റയാൾ 9 ദിവസം ആശുപത്രിയിൽ കിടന്നെങ്കിലും മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. രാജമണിയെ പ്രതിയാക്കി കോടീശ്വരന് അനുകൂലമായ നിലപാടാണ് ആറന്മുള പോലീസ് സ്വീകരിച്ചതെന്ന് ആക്ഷേപമുണ്ട്. തിങ്കളാഴ്ച വീടിന് തീ കൊളുത്തിയെങ്കിലും രാജമണി തിരുവാഭരണ ഘോഷയാത്ര കാണാൻ പോയതുകൊണ്ട് മാത്രം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. തിരക്കേറിയ തിരുവാഭരണ ഘോഷയാത്ര ദിവസം തന്നെ തീവെപ്പിന് തിരഞ്ഞെടുത്തത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് സംശയിക്കുന്നു. വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത്. രാജമണി സാധാരണ ഉറങ്ങുന്ന സമയം നോക്കി ഇയാളെ തീവച്ചു കൊല്ലാൻ ശ്രമിച്ച ഷാമൂൽ അലക്സാണ്ടറെയും കൊട്ടേഷൻ സംഘത്തെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.